ഹായ് ഗൈസ്, നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലെ മേജർ ആയിട്ടുള്ള കറൻസി പേഴ്സ് ആയിട്ടുള്ള യൂറോ യു എസ് ടി, GBP USD, ഗോൾഡ് എന്നിവയുടെ ഡെയിലി ബയാസ് എന്തൊക്കെയാണ്, കീ ലെവൽസ് ഏതൊക്കെയാണ്, ഇന്ന് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്, ഏകദേശം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. സോ നമ്മൾ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരു ചാർട്ട് അനാലിസിസിനേക്കാൾ മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യം ഇന്ന് എന്തെല്ലാം ന്യൂസുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഫോറക്സ് വാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് മേജർ ആയിട്ട് JPY ന്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി JPY തന്നെ ടെൻറ്റീവ് ന്യൂസസ് ഉണ്ട്. 12 GBP വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസിന് ന്യൂസുകൾ വരുന്നുണ്ട്. സോ ഈ ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങളുടെ ഡെയിലി ഒരു ഡേനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് നോക്കിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ട്രേഡ് ചെയ്യാം. ഇനി നമ്മുടെ കറൻസി പേസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ യൂറോ USD നമ്മൾ ഇന്നലെ മുതൽ തന്നെ യൂറോ USD 50 മിനിറ്റ്സിൽ ഒരു സെല്ലിംഗ് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ വരച്ച ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആയിരുന്നു. ആ ഏരിയയിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയയും പിന്നെ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയയും തന്നെയാണ് നിലവിൽ യൂറോ USD ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൽ കൗണ്ടർ ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ലൈക്ക് ഇവിടെ ഒരു ഇന്റേണൽ ബ്രേക്ക് കിട്ടിയിട്ട് ഈ ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റ് ആയിട്ട് ഒരു കീ ലെവലോ നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കീ ലെവലോ നിങ്ങൾക്ക് ഒരു ബൈ ട്രേഡിലോട്ടും എന്ത് ചെയ്യാവുന്ന എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ബൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ എന്ത് ചെയ്യാവുന്നതാണ്, ടാർഗറ്റ് വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ 1:4 ക്യാച്ച് ചെയ്യുന്ന രീതിയിലോ ഒരു ട്രേഡിലോട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അഗെയിൻസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കറൻസി അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എൻഡ് കയറാതെ കൺഫർമേഷൻ എൻട്രീസിലോട്ട് മാത്രം എന്ത് ചെയ്യാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ കറൻസി പെയർ ആയിട്ടുള്ള ഗോൾഡിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മുന്നേ പറഞ്ഞത് ഇന്നലെ ഒരു സെൽ റേഞ്ച് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നല്ലേ. ഈ സെൽ റേഞ്ചിന്റെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ബ്രേക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങിലോട്ട് മാറിയിട്ടുണ്ട്, ഒരു ബൈ റേഞ്ചിലോട്ട് എന്തായിട്ടുണ്ട്, ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കീ ലെവൽസ് ഉണ്ടെങ്കിൽ ഒരു സെൽ ട്രേഡിലോട്ട് കയറായിരുന്നു എന്നുള്ളത്. ഇവിടെ നല്ലൊരു കീ ലെവൽ ഉണ്ടായിരുന്നു. ആ കീ ലെവലിലോട്ട് ഇന്നലെ മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു ഡയറക്റ്റ് എൻട്രി കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 1:2 1:3 അടുത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഏകദേശം 1:4 അടുത്ത് എന്ത് ചെയ്യുന്നത്, റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നലെ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ എന്തുണ്ട്, മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, 50 ബൈയിലോട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നല്ലേ. അതേപോലെ തന്നെ ഇന്നലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, 50 എങ്ങിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ബൈയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിലവിലത്തെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബൈയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഏരിയ എന്ത് ചെയ്യാം, ടേക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ്, ഇതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഏരിയ ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ റേറ്റുകളിലോട്ട് മാത്രം എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഇനി അതല്ല, ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ വരാതെ ഇവിടെ എന്ത് ചെയ്ത് ജസ്റ്റ് ഒരു ഇന്റേണൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഈ മേജർ സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ബ്രേക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നല്ലൊരു കീ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ ഏതെങ്കിലും നല്ലൊരു കീ ലെവൽസ് നോക്കിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഒരു ട്രേഡ് കയറാവുന്നതാണ്. പക്ഷെ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഡയറക്റ്റ് കയറരുത്, കൺഫർമേഷൻ റേറ്റിലോട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി നമ്മുടെ മൂന്നാമത്തെ കറൻസി പെയർ ആയിട്ടുള്ള GBP USD നോക്കുന്ന സമയത്ത് ഇന്നലെ മുതൽ തന്നെ GBP USD എന്തിലാണ്, സെൽ റേഞ്ചിലാണ് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു. ഇവിടെ നിന്ന് കൺഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയും നമുക്ക് എന്തെങ്കിലും പ്രോപ്പറായിട്ട് കൺഫർമേഷൻസ് കിട്ടിയിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലിക്വിഡിറ്റീസ് എടുത്തതിന് ശേഷമാവും മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യത. അതേപോലെ തന്നെ ഈ ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടുന്ന് എന്ത് കിട്ടി, നമുക്ക് റിവേഴ്സിൽ കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഇതിന് കീ ലെവൽസ്. പക്ഷെ ഇവിടെ നമ്മൾ എൻട്രി കയറി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഡയറക്റ്റ് ഞാൻ പറഞ്ഞത് കയറരുത്, കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, കയറാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് സെല്ലാണ് ഇപ്പോഴും നിലവിൽ കാണുന്നത്. ഈ ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അതിൽ നിങ്ങൾ നോക്കിയിട്ട് ഡയറക്റ്റ് എൻട്രി കയറാതെ കൺഫർമേഷൻ റേറ്റിലോട്ട് എൻ്റർ ചെയ്യുക. ഇത് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. ഈ ഏരിയയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു കൺഫർമേഷൻ റേറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതാണ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് നിങ്ങൾക്ക് ഇന്ന് ഇതിൽ ഏതിൽ നോക്കാൻ പറ്റിയത്, GBP USD നോക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വളരെ സേഫ് ആയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. സോ സേഫ് ട്രേഡ്.